തന്നെയുണ്ട്. ഇപ്പോൾ ഹജ്ജിനെല്ലാം പോയിട്ട് വന്ന ആളെ തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നില്ല, CT അഹമ്മദ് അലി സാഹിബ് ഉൾപ്പെടെ. അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സ്രാജുവൊക്കെ ചെറിയ കുട്ടിയാകുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇതും കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ വളർന്ന് വലുതായി അഖിലേന്ത്യയോളം അദ്ദേഹം വളർന്നിരിക്കുന്നു. അതുപോലെ തന്നെ അധ്യക്ഷൻ ഹനീഫ സാഹിബ്, കനിയടുക്കം, പിന്നെ ബഷീർ വള്ളിക്കോത്ത് തുടങ്ങി കന്യപ്പാടി പിന്നെ അതേപോലെ പിന്നെ നമ്മുടെ അബ്ദുള്ള ആറക്കാടി, പിന്നെ നമ്മുടെ AM കടവത്ത് തുടങ്ങിയിട്ടുള്ള അഷ്റഫ് MLA, പിന്നെ നമ്മുടെ ഇന്ന് വലിയ അഭിമാനത്തോടുകൂടി നമ്മൾ നോക്കിക്കാണുന്ന ഷാർജ അവിടുത്തെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള, അവിടെ മൂപ്പര് വലിയ പത്രാസിലാണ്, വലിയ വണ്ടിയും വാഹനവും സ്റ്റാഫും ഒക്കെയാണ്. നിസാർ തളങ്കര തുടങ്ങിയിട്ടുള്ള പിന്നെ പ്രഗത്ഭരായിട്ടുള്ള, ഞാൻ മുമ്പിലെ ആളെ പറയുന്നുള്ളൂ, ബാക്കിൽ തൊട്ടാൽ ഒരുപാട് ആളുകളുണ്ട്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. ET മുഹമ്മദ് ബഷീർ സാഹിബ്, അദ്ദേഹം CH സെൻറ്ററിന്, തിരുവനന്തപുരം CH സെൻറ്ററിന് ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. 10 കോടി രൂപയോ മറ്റോ ഉള്ള ഒരു പരിപാടി അവിടെ തിരുവനന്തപുരത്ത് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അതിന് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട ഒരാൾ അതിന് സൗജന്യമായ സ്ഥലം കൊടുത്ത സന്തോഷത്തിലാണ് ഇവിടെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം കൊടുക്കുന്ന മറ്റൊരു റിലീഫ് പരിപാടിക്ക് അദ്ദേഹം വരുന്നത്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തുഷ്ടനും അത്യധികം ആഹ്ലാദഭരിതനും അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥനയുമൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം. അതിൻ്റെ കൂടി നന്ദി സൂചകമായിട്ടാണ് ഇവിടെ വരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തിച്ചേരും. പിന്നെ പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്തിയൊന്നും ഇവിടെ യഥാർത്ഥത്തിലില്ല. കാരണം നമ്മളെക്കാൾ ശിഹാബ് തങ്ങളെക്കുറിച്ചും 2 തങ്ങന്മാരെക്കുറിച്ചും പാണക്കാട്ടും അറിയുന്നവരും ബന്ധമുള്ളവരുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പാണക്കാട്ട് കുടുംബം നമ്മുടെ ഒരു അത്താണിയാണ്. അവരൊരു ജനകീയരാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആളുകളെ നേരിട്ട് പറയാറുള്ളത് തങ്ങന്മാരോടാണ്. അതുകൊണ്ട് തന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അതിൻ്റെ പിൻഗാമിയായി വന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ പരിഷ്കരണത്തോടുകൂടി മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എത്ര 30 കോടി കഴിഞ്ഞല്ലേ? വയനാട് 30 കോടി ആവാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ഇപ്പം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു കത്തി നിൽക്കുന്ന സമയമാണ്. എല്ലാവരും അഭിനന്ദിക്കുകയാണ്. വാട്സപ്പ് തുറന്നു നോക്കിയാൽ ലീഗിനെ പറ്റി അന്നേരം ഞാൻ കണ്ണുകൊള്ളുമോ എന്ന് ഞാൻ പേടിയാകുന്നു. കാരണം എല്ലാവരും മുസ്ലിം ലീഗിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. സിനിമാ ലോകത്തുള്ളവരും സാംസ്കാരിക നായകന്മാരും പണ്ഡിതന്മാരുമെല്ലാം മുസ്ലിം ലീഗിൻ്റെ ഒരാൾ പറഞ്ഞ്, അതായത് ആ പിണറായി വിജയനെ മാറ്റിയിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ മുഖ്യമന്ത്രിയാക്കിയാൽ കേരളത്തിലെ ജനങ്ങൾ നന്നാവുമായിരുന്നു എന്ന് പോലും പറയുന്നിടത്തേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിനെ ശക്തിപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം വലിയ നീതിമാനായിരുന്നു. അദ്ദേഹത്തോട് എന്തും പോയി പറഞ്ഞാൽ അപ്പം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത്, ഒരാൾ പിന്നെ മൂപ്പര് കോർപ്പറേഷൻ ചെയർമാൻമാരുടെ ലിസ്റ്റ് കീശയിലിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കടന്നു വന്നു. അയാളുടെ പേര് അതിലുണ്ട് കോർപ്പറേഷൻ ചെയർമാനായിട്ട്. അയാൾ തങ്ങളെടുത്ത് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തു, എന്നെ ആക്കണമെന്ന് പറഞ്ഞിട്ട്. തങ്ങൾ പറഞ്ഞ്, ഈ അധികാരം ചോദിച്ചു വാങ്ങുന്ന ആളുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പേര് തടഞ്ഞു. അപ്പോൾ അത്രയധികം നീതി പുലർത്തുന്ന, കാരണം മൂപ്പര് വളരെ കൊടുക്കേണ്ട ആളായിട്ട് എഴുതിയ ഒരാളാണ്. അതാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ജനകീയനാണ്, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുന്ന ആളാണ്. പിന്നെ നമ്മളെയൊക്കെ ഇപ്പോൾ 2000 എൻ്റെ വീട് ആക്രമിക്കപ്പെട്ടപ്പോൾ, കാർ ആക്രമിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് രാത്രി കാലങ്ങളിൽ അവിടെയുള്ള പരിസരത്തുള്ള ലീഗ് പ്രവർത്തകന്മാരൊക്കെ നിർദ്ദേശപ്രകാരം എല്ലാ ഗേറ്റ് രാത്രി അടച്ചു വെക്കാറുണ്ട്. കാരണം വെച്ചാൽ ഒന്ന് തൊട്ടടുത്ത് CPM ഏരിയയാണ്. അതുപോലെ തന്നെ സാമൂഹ്യ ദ്രോഹികൾ അഴിഞ്ഞാടുന്ന ഒരു ചെറിയൊരു മിനി ടൗണ് പോലത്തെ ഒരു ചെറിയൊരു സ്ഥലത്താണ് എൻ്റെ വീട് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ കണ്ടത് അത്ഭുതകരമായൊരു വസ്തുത, പാണക്കാട്ട് കുടുംബത്തിലെ ഒരാളുടെയും വീട്ടിലെ ഗേറ്റുകൾ പിന്നെ ഒരിക്കലും ക്ലോസ് ചെയ്ത് വെക്കാറില്ല എന്നുള്ളതാണ്. ഏത് സമയത്തും ആർക്കും അവിടെ കയറിച്ചെല്ലാം. കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു സംഘവുമായി പോയ സമയത്ത് 1:15 ഞങ്ങളവിടെ എത്തിയത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏതായാലും പോണ്ട,
നമുക്ക് എവിടെയെങ്കിലും താമസിച്ച് രാവിലെ പോവാം. അപ്പോൾ അന്നുണ്ടായിരുന്ന സിയമുഞ്ഞി അടക്കം രാവിലെ നമുക്ക് പോകാനുണ്ട്. ഇപ്പം തന്നെ നോക്കി നോക്കാം, ഒരുപക്ഷെ തങ്ങ വന്നെങ്കിലോ. നമ്മൾ പോകുമ്പോഴേക്കും തങ്ങൾ അവിടെ എത്തിയിരുന്നില്ല. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തങ്ങൾ അവിടെ എത്തി. നമ്മൾ വിചാരിച്ച് ക്ഷീണിച്ച് പരവശനായ തങ്ങൾ നമ്മളോട് സംസാരിക്കുമോ? 1 മിനിറ്റ് വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോയി ഒതു കൊടുത്ത് നമസ്കരിച്ചതിന് ശേഷം പുറത്ത് വന്ന് ഞങ്ങളോട് 3/4 മണിക്കൂർ നേരം സംസാരിച്ചു. അതാണ് തങ്ങൾ. ആ തങ്ങളുടെ പിൻഗാമികളാണ്. അതുപോലെ തന്നെ ഹൈദരലി തങ്ങളും അതുപോലെ തന്നെയാണ്. ഏത് നിമിഷവും ആർക്കും കാണാൻ പറ്റുന്ന തങ്ങൾ. ആ തങ്ങളുടെ സ്മരണക്ക് മുമ്പിൽ നമ്മളെല്ലാവരും പകച്ചു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ദർജ, അവർക്കിടെ എല്ലാം ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കനിയപ്പാടി വിളിച്ച് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പൊരിക്കൽ പണ്ടപ്പോൾ എനിക്ക് ബാപ്പു വള്ളിപ്പറമ്പ് എഴുതി തന്ന 2 വരികൾ ഓർമ്മ വന്ന് അദ്ദേഹത്തിന് പാടിയിട്ടൊന്ന് ഇട്ടുകൊടുത്തു. അത് ഞാനിവിടെ. കണ്ണീരിനിയും തോരുകയില്ല, കഥനത്തിരകളൊതുങ്ങുകയില്ല, സമുദായത്തിൻ നോവും വേവും മാറുകയില്ല, സയ്യിദ് മുത്തു ശിഹാബിൻ ഓർമ്മകൾ തെല്ലും മായുകയില്ല. കണ്ണീരിനിയും തോരുകയില്ല, കഥനത്തിരകളൊതുങ്ങുകയില്ല, സമുദായത്തിൻ നോവും വേവും മാറുകയില്ല, സയ്യിദ് മുത്തു ശിഹാബിൻ ഓർമ്മകൾ തെല്ലും മായുകയില്ല. മതസൗഹാർദ്ദ കാവൽ വിളക്കായി മണ്ണിതിലെന്നും നന്മതൻ ഹക്കായി നാനാജാതി മതക്കാർക്കെല്ലാം സ്നേഹിതനായി സയ്യിദ് മുത്തു ശിഹാബിൻ സ്മരണകൾ നമ്മളിൽ നൊമ്പരമായി. സയ്യിദ് മുത്തു ശിഹാബിൻ സ്മരണകൾ നമ്മളിൽ നൊമ്പരമായി. അതുപോലെ തന്നെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, അദ്ദേഹവും കാസർഗോഡുമായിട്ടുള്ള ബന്ധം നിസ്തുലമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ, അതായത് വെടിവെപ്പ് നടന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അദ്ദേഹം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തെ മുഖത്ത് നോക്കി ഒരു ഗായകൻ പാടിയത് ഞാൻ ഓർക്കുകയാണ്. അങ്ങ് 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 എത്ര ഉത്തമനാണ്, ഉന്നതനാണ് സയ്യിദ് ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ. അങ്ങ് ഞങ്ങൾ കള്ള തന്ന പൂങ്കനിയാണ് ശിഹാബ് തങ്ങൾ, സയ്യിദ് ശിഹാബ് തങ്ങൾ. അങ്ങ് 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 എത്ര ഉത്തമനാണ്, ഉന്നതനാണ് സയ്യിദ് ശിഹാബ് തങ്ങൾ, സയ്യിദ് ശിഹാബ് തങ്ങൾ. ഏതായാലും എനിക്കൊരു സീലുണ്ട്, പാട്ട് പാടലുണ്ട്. അതുകൊണ്ട് ഇതും കൂടെ കിടക്കട്ടെ. ഞാൻ എല്ലാവരോടും ഹൃദയംഗമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു.